തിരുവനന്തപുരം മൊട്ടമൂട് അംഗൻവാടി ടീച്ചർ കുഞ്ഞിനെ ക്രൂരമായി മർദ്ദിച്ച സംഭവം ഇന്നലെ നമ്മൾ അത് വാർത്തയെ ബ്രേക്ക് ചെയ്തിരുന്നതാണ്. അതിൽ പോലീസ് കേസെടുത്തു എന്ന വാർത്ത പോയിരുന്നു. CWCയുടെ നിർദ്ദേശത്തെ തുടർന്ന് പോലീസ് മാതാവിന്റെ മൊഴി രേഖപ്പെടുത്തി അതിനുശേഷം കേസെടുക്കുകയായിരുന്നു. 2.25 വയസ്സ് മാത്രമുള്ള കുഞ്ഞിന്റെ മുഖത്ത് കൈവീശി അടിച്ച ക്രൂരത 24 ആണ് പുറത്തു കൊണ്ടുവന്നത്. മിനിഞ്ഞാന്ന് വൈകിട്ടാണ് ഈ സംഭവം. അതായത് മിനിഞ്ഞാന്ന് രാത്രിയോടുകൂടിയാണ് കുഞ്ഞിനെ കുളിപ്പിക്കാൻ എടുത്തപ്പോൾ ഈ രക്ഷിതാക്കൾ ഈ പാട് മുഖത്ത് കാണുന്നതും പിന്നീട് അത് ആശുപത്രിയിലേക്ക് അടക്കം പോവുകയും ചെയ്തത്. മണിക്കൂറുകൾ കഴിഞ്ഞ ശേഷമാണ് ഇതൊരു പോലീസ് കേസായി മാറുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മിനിഞ്ഞാന്ന് രാത്രി ഇത് കണ്ടെത്തുന്നു, തുടർന്ന് ടീച്ചറെ വിളിക്കുന്നു, ടീച്ചർ എടുക്കാതെ വരുന്നു, അതിനുശേഷം ആശാ വർക്കറോട് സംസാരിക്കുന്നു. അങ്ങനെയാണ് ടീച്ചറെ സംബന്ധിച്ച് ഈ പുഷ്പകല എന്ന് പറയപ്പെടുന്ന അംഗനവാടി ടീച്ചറെ കേന്ദ്രീകരിച്ച് സംശയം രക്ഷിതാക്കൾക്കുണ്ടാകുന്നത്. അതിനുശേഷം അവർ ആദ്യം തിരുവനന്തപുരം തൈക്കാടുള്ള അമ്മയും കുഞ്ഞും ആശുപത്രിയിലും ഇന്നലെ ഉച്ചയോടുകൂടി വിദഗ്ധ പരിശോധനയ്ക്കായി തിരുവനന്തപുരം SAT ആശുപത്രിയിലേക്കും കുഞ്ഞിനെ മാറ്റുകയായിരുന്നു. ആ ഘട്ടത്തിലാണ് നമ്മൾ ഈ വാർത്ത പുറത്തേക്ക് നൽകുന്നത്. അത് വിവാദമാവുകയും പിന്നീട് ബാലാവകാശ കമ്മീഷന്റെ അടക്കം ശ്രദ്ധയിലേക്ക് വരികയും ചെയ്തിരുന്നു. കൂടാതെ പോലീസിന്റെ ശ്രദ്ധയിലും ആ വിഷയം പെട്ടതോടുകൂടി ഇന്നലെ രാത്രി ഈ ആശുപത്രിയിലെത്തി, അത് CWCയുടെ നിർദ്ദേശപ്രകാരം ആശുപത്രിയിലെത്തി അമ്മയുടെ മൊഴി രേഖപ്പെടുത്തി പോലീസ് ഈ വിഷയത്തിൽ കേസെടുക്കുകയായിരുന്നു. ജുവനൈൽ ജസ്റ്റിസ് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ അത് ചുമത്തിയാണ് കേസ്. പുഷ്പകര അടക്കമുള്ള ആളുകൾ അവരുടെ കാര്യം അവർക്കെതിരെയായിരുന്നു കാര്യത്തിൽ പരാതി ഉണ്ടായിരുന്നു. ഏതായാലും ഈ വിഷയത്തിൽ അന്വേഷണം, സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്തും എന്ന് പോലീസ് ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട്. നരുവാമൂട് പോലീസാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ഈ ബാലാവകാശ കമ്മീഷൻ അധ്യക്ഷനായിട്ടുള്ള KV മനോജ് കുമാർ അദ്ദേഹം തന്നെ പറഞ്ഞത് ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണം ബാലാവകാശ കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നുള്ളതാണ്. ഏതായാലും ഈ വിഷയത്തിൽ കേസെടുത്തു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി പോലീസിന്റെ തുടരന്വേഷണം അത് നിർണായകമായി മാറും. കുഞ്ഞിന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് കുഞ്ഞിന്റെ കർണപടത്തിൽ ഏതെങ്കിലും തരത്തിൽ ക്ഷതം പറ്റിയിട്ടുണ്ടോ എന്നുള്ളതായിരുന്നു വിദഗ്ധ പരിശോധന നടത്തിയത്. എന്നാൽ കാര്യമായ പ്രശ്നങ്ങളില്ല. ആ ആഘാതമേറ്റതിന്റെ കുഴപ്പം അതുമാത്രമാണ് കുട്ടിക്കുള്ളത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ.